ജനിച്ചാൽ ഒരിക്കൽ മരിക്കും, പിന്നെയാണ് ജനിച്ച വീട്. അങ്ങനെ അതേ പുതിയൊരു യാത്ര തുടരുകയാണ് നമ്മൾ. അങ്ങനെ നമ്മൾ എത്തിപ്പെട്ട് നമ്മുടെ ഒല്ലൂര് പ്ലാസ്റ്റിക്കിൻ്റെ കടയിലേക്കാണ്. അപ്പോൾ ഇവിടെ നിന്നാവട്ടെ തുടക്കം. അപ്പോൾ അതേ നമ്മുടെ സാധനങ്ങൾ എടുക്കാൻ വന്നത് നമ്മളിന്ന് വീട്ടിലേക്ക് പുതിയ സാധനങ്ങളെല്ലാം എത്താം. അപ്പോൾ അവിടെ നിന്ന് ഒരുവിധ ഐറ്റംസ് ഒക്കെ നമ്മളിത് ഒല്ലൂരിൽ നിന്ന് എത്തിയിട്ടുണ്ട്. ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. പിന്നെ നേരെ വിട്ടു തൃശ്ശൂർക്ക് AKP ചെന്നു. ഇവിടെ എല്ലാവിധ ഐറ്റംസും ഉണ്ട്. നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് സാധനങ്ങൾ എടുക്കാനായിട്ട് ഇത് ചെറിയ കട പുറമേ നോക്കുകയാണെങ്കിലും വിശാലമായ ഐറ്റംസ്. അപ്പം നമ്മളവിടെ നിന്നുള്ള പാത്രങ്ങൾ, അതുപോലെ വിളക്കുകൾ, സ്റ്റീൽ പാത്രങ്ങൾ, ഇപ്പോൾ ഒരു വീട്ടിലേക്കുള്ള എല്ലാ ഐറ്റംസും നമ്മളിത് അവിടെ നിന്ന് ഏറ്റിട്ടുണ്ട്. ഇത് ബാരറ്റ് അരിഞ്ഞെടുക്കുന്നതാണ് കാണുന്നത്. പിന്നെ അതേ തൊട്ടടുത്ത് തന്നെയാണ് ചവിട്ടികൾ. ഇപ്പോൾ വീട്ടിലേക്ക് മാറാൻ പോവാണ്, പുതിയൊരു വീട്ടിലേക്ക് നമ്മൾ മാറുകയാണ്. അപ്പോൾ അതേ ചവിട്ടികൾ എടുത്തു, അതൊരു സഞ്ചികൾ. പിന്നെ നേരെ അതേ ആ മേടിച്ച സാധനങ്ങളൊക്കെ വണ്ടി കയറ്റി വെച്ചിട്ട് വേണം അടുത്ത പരിപാടി. അപ്പോൾ അതേ ഒരു ചാക്ക് സഞ്ചികളുണ്ട്. അങ്ങനെ അതൊക്കെ അതേ വണ്ടിയിൽ അടിച്ച് കയറ്റി. അപ്പോൾ അതേ കഷ്ടപ്പാടാണെങ്കിലും വേണ്ടില്ല, സെറ്റാക്കുക തന്നെ. പിന്നെ നേരെ വിട്ട് മൈജിയിലേക്ക്. ഫ്രിഡ്ജ് വേണേ, ഫ്രിഡ്ജ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. നമ്മൾ സെലക്ട് ചെയ്ത സാധനം നമുക്ക് ഉണ്ടായില്ല. അപ്പോൾ അതേ കുറേ ഫ്രിഡ്ജൊക്കെ നോക്കി. അവസാനം നമ്മൾ നന്ദിലത്തി കയറിയത് ധവൻ അങ്ങോട്ട് കയറ്റി. അപ്പോൾ അതേ നാളെ സാധനം എത്തും. അതേ നമ്മൾ നന്ദിലത്തി ചെന്ന് സാധനങ്ങളൊക്കെ കയറ്റി. ഒരു മിക്സിയും വാങ്ങിയിട്ടുണ്ട്. മിക്സിയും ഒരു ഫ്രിഡ്ജും ഒരു ഇൻഡക്ഷൻ കുക്കറും എടുത്തു തുടങ്ങുന്നു. പിന്നെ അതേ ദൈവങ്ങളെ മറക്കാൻ പാടില്ലല്ലോ. അപ്പോൾ നമുക്കുണ്ട് ദൈവങ്ങളെ ഏറ്റി. പിന്നെ അതേ സ്റ്റേഷനറി. അപ്പോൾ 3300 രൂപയാണ് നമുക്ക് ചിലവായിട്ട് കേട്ടോ, ഒരു മാസത്തെ ചിലവ്. കുറച്ച് പച്ചക്കറി, 150 പച്ചക്കറിയും മേടിച്ചത് പുതിയൊരു ലോകം. അപ്പോൾ അതേ തുടർന്ന് നമ്മുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെ നമ്മളിനി വീഡിയോസായിട്ട് നിങ്ങളെ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ബാക്കി നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിച്ചു, എങ്ങനെ ഞങ്ങൾ ഇവിടം വരെ എത്തിയെന്നൊക്കെ നമുക്ക് തുടർന്ന് കാണാം. അപ്പോൾ ഇനി പുതിയ വീട്ടിൽ പുതിയൊരു തുടക്കം. അപ്പോൾ നാളെ കാണാം.